ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഈസി റെസിപ്പി ആയിട്ടാണ്. എഗ് ബുർജി തുടക്കക്കാർക്കും ഹോസ്റ്റലൊക്കെ താമസിക്കുന്നവർക്കും ബാച്ചിലേഴ്സിനുമൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ കൂടെയാണ് ഏറ്റവും മാച്ചാകുന്നത് ഇത്. എനിക്കിത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഇനി നമുക്ക് ഈ മുട്ടയെല്ലാം ഒരു മിക്സിയുടെ ജാറിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണമെന്നില്ല. ഒന്നെങ്കിൽ നമുക്ക് ബീറ്റർ വെച്ച് അടിച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ച് നല്ലതുപോലെ അത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുമ്പോൾ അത് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. നല്ലതുപോലെ നമുക്ക് നല്ല പതഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിക്സിയുടെ ജാർ എടുക്കുന്നത്. എന്നിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല പതഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുന്നത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കത് നല്ലപോലെ പതഞ്ഞ് കിടക്കുന്നുണ്ടല്ലേ, ഇതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരിക്കലും സ്പൂണ് കൊണ്ട് ഇങ്ങനെ കലക്കിയെടുക്കുമ്പോൾ ഈ പാകത്തിന് നമുക്ക് കിട്ടില്ല. ഇനി നമ്മൾ ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് 2 ടീസ്പൂൺ കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കൊക്കനട്ട് ഓയിൽ തന്നെ വേണമെന്നില്ല, സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാലും മതി. ഇനി ഇതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് 2 വലിയ സബോളയാണ്. നമുക്ക് 3 സബോളയാണെങ്കിൽ, ചെറുതാണെങ്കിൽ 3 സബോള, വലുതാണെങ്കിൽ 2 സബോളയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഈ എണ്ണയിലിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് കറിവേപ്പിലയും ഒരു പിഞ്ച് ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി കൂടിപ്പോയരുത്, ഇഞ്ചി കൂടിപ്പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യാസം ഉണ്ടാവും. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 2 ചെറിയ പച്ചമുളക് ഇട്ടത്. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് നമുക്ക് 2ഓ 3ഓ എടുക്കാം. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. തക്കാളി വലുതാണെങ്കിൽ നമുക്കൊരു അര തക്കാളി എടുത്താൽ മതി. ഇതൊരു ചെറിയ തക്കാളിയാണ്, അതുകൊണ്ട് അത് ഞാൻ മുഴുവനായിട്ട് എടുത്തത്. ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പ് മതിയാകും. ഇനി പോരെങ്കിൽ നമുക്കിത് കഴിഞ്ഞ് ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ആ എണ്ണയിലിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നമുക്കിത് അധികം നേരമൊന്നും എടുക്കത്തില്ല, അത് പെട്ടെന്ന് റെഡിയാകും. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മസാലയാണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ ചാനലിൽ കയറി ഷോർട്ട് വീഡിയോ കണ്ടാൽ മതി. ഇനി 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. സാദാ മുളക് പൊടിയാണെങ്കിൽ ഇതിൻ്റെ പകുതി മതിയാകും. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ടയായതുകൊണ്ട് തന്നെ നമുക്ക് കൈയെടുക്കാതെ ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. ഇത് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. അതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന മുട്ടയെല്ലാം നമുക്കിങ്ങനെ ഇളക്കി വിടിവിച്ചെടുക്കണം. ഇത് വേകുന്നിടം വരെ കൈയെടുക്കാതെ ഇളക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾക്കിത് റെഡിയാക്കാൻ. ഇത് നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്നതായതുകൊണ്ട് നമുക്ക് അത് മാത്രമല്ല, ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ മല്ലിയില കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ പാനിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതെല്ലാം കുറേശ്ശെയായിട്ട് അത് ആ തവി കൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കി എടുക്കാവുന്നതാണ്. ഇതിനി വലുതായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് ആ തവി കൊണ്ട് തന്നെ കുത്തിപ്പൊടിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഇത് കണ്ടില്ലേ, ഞാൻ ആ തവി കൊണ്ട് തന്നെ കുത്തിപ്പൊടിച്ച് ഞാനത് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ വലിയ മുട്ടയുടെ പീസുകളായിട്ടുണ്ടെങ്കിൽ നമുക്കതുപോലെ കുത്തിപ്പിടിച്ച് ചെറുതായിട്ട് എടുക്കാവുന്നതാണ്. നമ്മുടെ എഗ് ബുർജി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നോക്കി, ഇത് എത്ര പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി എടുത്തത്. നല്ല ടേസ്റ്റിയാണിത്. നമുക്കിത് ചോറിൻ്റെ കൂടി നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. നോക്കി, നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എഗ് ബുർജി. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.